നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. എറണാകുളം, പാലക്കാട് ജില്ലകളിലായി സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 10 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. കോടതി അലക്ഷ്യ ഹർജികളിൽ സിംഗിൾ ബെഞ്ചിന്റെ ഓഗസ്റ്റ് 30 ഉത്തരവിനെതിരെ യാക്കോബായ സഭയിലെ ഫാദർ കെ മാത്യൂസ് ഉൾപ്പെടെ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. അപ്പീൽ നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ ഇരു കക്ഷികളുടെയും പ്രാഥമിക വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഒന്നിന് പരിഗണിക്കാൻ മാറ്റി. എറണാകുളം ജില്ലയിലെ ഓടക്കാലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ ഓർത്തഡോക്സ് സിറിയൻ പള്ളി, മഴുവന്നൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, പാലക്കാട് ജില്ലയിലെ മംഗളം ഡാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, എരിക്കിഞ്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, ചെറുകുന്നം സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി എന്നീ പള്ളികൾ ഏറ്റെടുക്കാനാണ് കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. 30 മുൻപ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർമാർ നൽകണമെന്നും ഉത്തരവിട്ടിരുന്നു. സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി തൽക്കാലം വേണ്ടെന്ന് CPM-ൽ ധാരണയായി. താൽക്കാലികമായി ഒരാൾക്ക് ചുമതല നൽകുന്ന കാര്യം മാത്രമേ പരിഗണനയിൽ ഉള്ളൂവെന്ന് നേതൃത്വം വ്യക്തമാക്കി. പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് ധാരണ. പ്രകാശ് കാരാട്ടിനോ വൃന്ദ കാരാട്ടിനോ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി എന്ന ചുമതല നൽകാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇതിന്റെ പേരിൽ പാർട്ടിയിൽ തർക്കം വേണ്ടെന്നും നേതാക്കൾ പറയുന്നു. PBയിലെ പല നേതാക്കളും പ്രായപരിധി പിന്നിടുന്നതും സ്ഥിരം ജനറൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. PBCC യോഗങ്ങൾ നാളെ മുതൽ ദില്ലിയിൽ ആരംഭിക്കും. നിലമ്പൂർ MLA PV അൻവറിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഗൗരവത്തോടെ ആരോപണം ഉന്നയിച്ചാൽ ഗൗരവമുള്ളതാകുമോ എന്നും അൻവറിനെ പരിഹസിച്ച് MV ഗോവിന്ദൻ മറുപടി നൽകി. പാർലമെന്ററി യോഗത്തിൽ അൻവർ തിരുത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് നിലമ്പൂർ MLA PV അൻവർ. ഈ കേസിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ചുമതലയിലുള്ള ADGP തുടരുന്നിടത്തോളം കാലം ഈ കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ലെന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ടെന്നും ഈ വിഷയം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ നിർവാഹമില്ലെന്നും PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്താണ് ചെയ്യുക എന്നറിഞ്ഞതിനു ശേഷം ഔദ്യോഗിക പ്രതികരണം നടത്തുമെന്നും ആ ഘട്ടത്തിൽ അഭിപ്രായം പറയുന്നതാണ് ശരിയെന്നും CPI നേതാവ് VS സുനിൽകുമാർ. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പരിശോധിച്ച് തള്ളേണ്ടതാണോ കൂടുതൽ നടപടി ആവശ്യമാണോ എന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. ധാർമ്മികത ഉണ്ടെങ്കിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. CPM-ൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ലെന്നും മുകേഷിന്റെ അറസ്റ്റിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗികാരോപണ കേസിൽ അറസ്റ്റിലായ മുകേഷിനെ ജാമ്യത്തിൽ വിട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയിൽ നിന്ന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈനായി ഹർജി നൽകിയത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്ത് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതിയിലാണ് ഓൺലൈനായി സർക്കാർ ഹർജി നൽകിയത്. സർക്കാരിനെ കേൾക്കാതെ സിദ്ദിഖിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്നാണ് ആവശ്യം. അതേസമയം സിദ്ദിഖിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഫിഷറീസ് വകുപ്പിലെ 662 താൽക്കാലിക ജീവനക്കാരെ വാട്സാപ്പ് സന്ദേശം വഴി പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. ജനകീയ മത്സ്യകൃഷിയുടെ 100ഓളം പ്രോജക്ട് കോർഡിനേറ്റർമാർ, 565 അക്വാകൾച്ചർ പ്രൊമോട്ടർമാർ എന്നിവരെയാണ് കരാർ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഉത്തരവിറക്കാതെ വാട്സാപ്പ് സന്ദേശം അയച്ച് ഒഴിവാക്കിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ കേസെടുക്കില്ല. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട വകുപ്പില്ലെന്ന് പോലീസ് അനിൽ അക്കരയെ അറിയിച്ചു. അനിൽ അക്കരയുടെ പരാതി തൃശൂർ ACP ആയിരുന്നു അന്വേഷിച്ചത്. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ മന്ത്രി AK ശശീന്ദ്രൻ. പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടിയാണ് PK രാജന്റെ സസ്പെൻഷൻ എന്ന് ശശീന്ദ്രൻ ആരോപിച്ചു. നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയ്ക്ക് കത്ത് നൽകി. വേണാട് എക്സ്പ്രസിന് കൂടുതൽ കോച്ച് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് മന്ത്രി V അബ്ദുറഹ്മാൻ റെയിൽവേ ബോർഡ് ചെയർമാന് കത്തെഴുതി. കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയ മെമു സർവീസ് ആരംഭിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതര പ്രതിസന്ധികൾ ഉടലെടുക്കുമെന്ന് മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ വിസ്ഫോടൻ എന്ന പേരിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി.
സംസ്ഥാനത്ത് വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിന് ലൈസൻസ് അനുവദിക്കുന്നതിലും പുതുക്കി നൽകുന്നതിലും ക്രമക്കേടുകൾ നടക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ വിസ്ഫോടനം നടത്തിയത്. മിന്നൽ പരിശോധനയിൽ കണ്ടെത്തുന്ന ക്രമക്കേടുകളെപ്പറ്റി വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് തുടർ നടപടികൾക്കായി കൈമാറുന്നതാണെന്നും വിജിലൻസ് വൃത്തങ്ങൾ അറിയിച്ചു. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥലം അനുവദിച്ച കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പോലീസ് അന്വേഷണത്തിന് ലോകായുക്ത ഉത്തരവിട്ടതോടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ BJPയും JDSും രംഗത്ത്. കേസ് അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് മുംബൈ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡ് റെയിൽ ഗതാഗതം പ്രതിസന്ധിയിലായി. കാലാവസ്ഥ മോശമായതോടെ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മഴ ശക്തമായ സാഹചര്യത്തിൽ മുംബൈയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. കുവൈറ്റ് ഇറാൻ സമുദ്രാതിർത്തിയിലുണ്ടായ കപ്പൽ അപകടത്തിൽ കാണാതായ 2 ഇന്ത്യക്കാരുടെ മൃതദേഹം കണ്ടെത്തി. ഒരു മലയാളി അടക്കം 2 പേരുടെ മൃതദേഹമാണ് കിട്ടിയതെന്ന് സൂചനയുണ്ട്. ഒപ്പം 2 ഇറാൻ പൗരന്മാരുടെ മൃതദേഹവും കിട്ടി. ഇവരുടെ വിവരം കുവൈറ്റ് ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല. എല്ലാ ശ്രമവും തുടരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ലെബനനിൽ കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലേവി. ലെബനനിൽ കര ആക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രയേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം. ഗുസ്തി താരവും ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ടിന് നോട്ടീസ് അയച്ച് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡ. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കായി ഉണ്ടാകുമെന്നറിയിച്ച സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാലാണ് വിശദീകരണം ചോദിച്ച് നാഡ നോട്ടീസ് അയച്ചത്. 14 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലെ ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് 12-ന് എറണാകുളം ടൗൺ ഹാളിൽ മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 340 ബിസിനസ് പ്രൊമോട്ടർമാർക്ക് ധനമന്ത്രി നിയമന ഉത്തരവ് കൈമാറിയതോടെ KSFEയുടെ ബിസിനസ് വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ബിസിനസ് പ്രൊമോട്ടർമാരുടെ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനവും മന്ത്രി ഇതോടൊപ്പം നിർവഹിച്ചു. KSFEയുടെ മേഖലാ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനായി 2400 ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് നിയമന ഉത്തരവ് നൽകിയത്. ചടങ്ങിൽ KSFE ചെയർമാൻ K വരദരാജൻ അധ്യക്ഷത വഹിച്ചു.